ഈ ദേവൂട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ആദ്യത്തേത് വായനയാണ്. അവൾക്കിഷ്ടപ്പെട്ട പുസ്തകം കിട്ടിയാൽ ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് വായിക്കും. നമ്മൾ വിളിച്ചാലും മിണ്ടില്ല, ആര് വന്നാലും അറിയില്ല. രണ്ടാമത്തേത് വളർത്തുമൃഗങ്ങളോടാണ്. അത് പൂച്ച മാത്രമല്ല കേട്ടോ, നായ ആയാലും എലി ആയാലും മുയലായാലും പക്ഷികളായാലും വളരെ ഇഷ്ടമാണ്. അവളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു പൂച്ചക്കുട്ടിയെ വളർത്തുക എന്നുള്ളത്. ഒരു അപ്പാർട്ട്മെൻറ്റിൽ പൂച്ചയെ വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് നാളത് നീട്ടിവെച്ചു. ഇനി അത് നടക്കില്ല. അവൾക്കിനി എന്ത് തന്നെ വാങ്ങിക്കൊടുത്താലും ഒരു പൂച്ചയെ വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ സങ്കടം ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അതുകൊണ്ട് ആ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ദേവൂട്ടിയുടെ പ്രിയപ്പെട്ടവരിൽ 3ാമത്തെ കൂട്ടർ ഇവർ തന്നെയാണ്, ചെടികൾ. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് അപ്പാർട്ട്മെൻറ്റിൽ എല്ലാ ചെടികളും വയ്ക്കാൻ പറ്റില്ല. പക്ഷേ വച്ചതെല്ലാം നന്നായിട്ട് നോക്കാറുണ്ട്. ഈയിടെയാണ് ഞാൻ നമ്മുടെ അടുത്തുള്ള ഒരു മാർക്കറ്റിൽ പോയി കുറച്ച് ചീര വാങ്ങിയത്. ചീര വാങ്ങി അതിലെ ഇലകളെല്ലാം എടുത്തതിന് ശേഷം തണ്ട് കളയാൻ നിന്നപ്പോൾ അവൾ തന്നെയാണ് പറഞ്ഞത്, അമ്മ ഞാൻ ഇതൊന്ന് നട്ട് നോക്കട്ടെ, വളരുമെന്ന് നോക്കട്ടെ. എന്തോ തിരക്കിനിടയിൽ ഞാനും നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു. സദാസമയം ചീരയുടെ കൂടെ തന്നെയായിരുന്നു. ഏതു നേരവും വളപ്രയോഗവും വെള്ളം ഒഴിക്കലും കൊണ്ട് അതിൽ പെട്ടെന്ന് തന്നെ ഇലകളും വന്നു. ആ ഇലകൾ ഞാൻ പറിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾ സമ്മതിച്ചില്ല. പിന്നെന്തായി, അതിൽ പൂക്കൾ വന്നു. അതിൽ ചെറിയ വിത്തുകളും വരാൻ തുടങ്ങി. പിന്നെ ഇരുന്ന ആ വിത്തുകൾ മൊത്തം പെറുക്കി സൂക്ഷിച്ചു വെക്കലാണ്, ഇവിടെ നടാനും നാട്ടിൽ പോകുമ്പോൾ അമ്മൂമ്മയ്ക്ക് ചീരത്തൈകൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ അവൾ പാകിയ ചീരവിത്തിൽ നിന്നും ഉണ്ടായ ചീരത്തൈകൾ വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വന്നു കേട്ടോ. കാരണം ഏത് സമയം ഇതിൻ്റെ കൂടെ തന്നെയാണല്ലോ, ആവശ്യത്തിനും അനാവശ്യത്തിനും വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ ചീരത്തൈകൾ നല്ല ഉഷാറോടുകൂടി വളർന്നു വന്നു. കടയിൽ നിന്നും വാങ്ങിയപ്പോൾ ചീരത്തൈകൾക്ക് നല്ല ചുവപ്പ് നിറമുണ്ടായിരുന്നു. എന്നാൽ അതേ ചെടിയിൽ നിന്നും കിട്ടിയ വിത്തു പാകിയപ്പോൾ നമ്മൾക്ക് കിട്ടിയത് ഇത്രയും ചുവന്ന ചീരത്തൈകളായിരുന്നു കേട്ടോ. ഇതിൽ നമ്മൾ ഒരു തരത്തിലുള്ള രാസവളങ്ങളും ചേർത്തിട്ടില്ല കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചാണകത്തിൻ്റെയും ചകിരിച്ചോറിൻ്റെയും മിശ്രിതം മാത്രം ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കും. ചീരയുടെ നിറമാറ്റത്തിന് പിന്നിൽ ഇതും ഒരു കാരണമായേക്കാം. അങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചീരത്തൈകൾ വളരെ പെട്ടെന്ന് വളർന്നു വന്നു. ബാൽക്കണിയിൽ വളർന്നതുകൊണ്ടാവാം പ്രാണികളുടെയോ പുഴുക്കളുടെയോ ശല്യം ഒന്നുമില്ലാത്തതുകൊണ്ട് ഇലകളിൽ ഒരു കേടുപാടും ഉണ്ടായിരുന്നില്ല. ഇനിയും ഒരുപാട് നാൾ കാത്തിരുന്നാൽ ഈ ചീരയിലും പൂക്കൾ വരും, നമ്മൾക്കത് ഉപയോഗിക്കാൻ പറ്റാതെ ആവുമെന്ന് ഒരുപാട് തവണ പറഞ്ഞതിന് ശേഷം ദേവൂട്ടി അത് മുറിക്കാൻ സമ്മതിച്ചു. പക്ഷേ അവൾ തന്നെ മുറിക്കും. അവൾ മുറിക്കുമ്പോൾ ചീരത്തൈകൾക്ക് വേദന കുറവായിരിക്കും അത്രേ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ വിറയ്ക്കുന്ന കൈകളോടെ ആ ചീരത്തണ്ടുകൾ അവൾ എനിക്ക് മുറിച്ചു തന്നു. ഇത് കണ്ടു നിന്നപ്പോൾ എനിക്കും സങ്കടം വന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ വളരാൻ വിട്ടതുകൊണ്ട് നമ്മൾക്ക് മറ്റൊരു ഉപകാരവും ഇല്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ അവളെ പറഞ്ഞു മനസ്സിലാക്കി ഞാനത് മുറിച്ചെടുത്തു. രാവിലെ സ്കൂളിൽ പോകുമ്പോഴായിരുന്നു അവൾ എനിക്കിത് മുറിച്ചു തന്നത്. വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ചീര വെച്ചിട്ടുള്ളൊരു വിഭവം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ ഉറപ്പും നൽകിയിരുന്നു. മുറിച്ചു മാറ്റിയ ചീരത്തണ്ടുകൾ നോക്കി ഒരുപാട് വിഷമിച്ച് അതിൽ വീണ്ടും വെള്ളം ഒഴിച്ചിട്ടാണ് അവൾ സ്കൂളിലേക്ക് മടങ്ങിയത്. ഇനി എൻ്റെ ഊഴമാണ്. ഈ വളരെ കുറച്ച് ചീര ഉപയോഗിച്ച് വീട്ടിലുള്ള എല്ലാവർക്കും ഒരു വിഭവം ഉണ്ടാക്കണം. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും വേണം. അതിനെന്താ ചെയ്യുക? ചീര തോരനൊന്നും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമല്ല. പക്ഷേ തമിഴ്നാട്ടുകാരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വിഭവമുണ്ട്, ചീരയും പരിപ്പും. അവരതിന് പരിപ്പ് കീര കടയൽ എന്ന് പറയും. പരിപ്പും ചീരയും കൂടെ ചേർത്ത് അത് നന്നായിട്ട് ഉടച്ചെടുത്ത ഒരു വിഭവമാണ്. നമ്മളത് അത്രയ്ക്ക് കട്ടിയായിട്ട് ഉണ്ടാക്കുന്നില്ല, ഒരു ഒഴിച്ച കറിയുടെ പാകത്തിനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചീരയെല്ലാം എടുത്ത് നന്നായി കഴുകി ചെറുതായി മുറിച്ചെടുക്കുക. ഇനി ഇതിലേക്കൊരു തക്കാളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകുമാണ് വേണ്ടത്. പരിപ്പ് ചീര ആയതുകൊണ്ട് പരിപ്പ് നേരത്തെ നമ്മൾ കുതിർത്ത് വെക്കണം. ഒരു 1/2 കപ്പ് പരിപ്പ് നന്നായി കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് വേണം ചീര ഇട്ട് കൊടുക്കാൻ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച അതെല്ലാം ചേർത്ത് കൊടുക്കുക. ഈ ഒരു വിഭവം ഉണ്ടാക്കാൻ ഒരൊറ്റ പാത്രം മതി എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും പെരുങ്കായത്തിൻ്റെ പൊടിയും പിന്നെ ഒരിത്തിരി ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഒരു സാമ്പാറിൻ്റെ ഒരു മണവും ടേസ്റ്റും വരുമ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇത്തിരി സാമ്പാർ പൊടി ചേർക്കുന്നു. പിന്നെ വളരെ കുറച്ച് മാത്രം പുളിയും ഇതെല്ലാം വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ പരിപ്പൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോഴായിരിക്കും ഇത് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക.
ഇതേ സംഭവം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല കട്ടിയായിട്ട് കിട്ടും. ഒരു മത്തുണ്ട്, അത് വെച്ച് അവർ നന്നായിട്ട് ഉടച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചിട്ടായിരിക്കും അവിടെ നമുക്ക് കിട്ടുക. പക്ഷെ നമ്മളിന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു താളിപ്പ് കൂടെ ചേർക്കണം. അത് നിർബന്ധമായിട്ടും നെയ്യിൽ തന്നെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് ചൂടായതിന് ശേഷം കടുകും ഉണക്കമുളകും പിന്നെ തൊലിയോടുകൂടി ഇടിച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചേർത്ത് കുറച്ച് ചുവന്നുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും കേട്ടോ. ആ നെയ്യിൽ ആ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ വഴണ്ടു വരുമ്പോൾ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചീരയുടെയും പരിപ്പിൻ്റെയും മിശ്രിതം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾക്കിത് എത്ര കട്ടിയാണോ വേണ്ടത് അതുവരയ്ക്കും ഒന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പെരുങ്കായത്തിൻ്റെ പൊടിയും ഒരു നുള്ള് നെയ്യും കൂടെ ചേർത്താൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ കുറച്ച് ചീര ഉപയോഗിച്ച്, നമ്മളുടെ വീട്ടിൽ തന്നെ വളർന്ന ചീര ഉപയോഗിച്ച് ചീരയും പരിപ്പും കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 4 മണിയാകുമ്പോഴേക്കും ഈ ചീരയുടെ ശരിയായ ഉടമസ്ഥ എത്തിയിട്ടുണ്ടായിരുന്നു. പൊന്നിയരി ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പച്ചരിയുടെ കൂടെയോ ഈ കറി കൂട്ടി കഴിക്കുന്നതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. കൂടെ കണ്ണിമാങ്ങയുടെ അച്ചാറും മുട്ട ചിക്കി പൊരിച്ചതും കൂടെ 2 പപ്പടവും. ചോറിനേക്കാൾ കൂടുതൽ കറി ഒഴിച്ച് വേണം ഇത് കഴിക്കാനായിട്ട്. അവസാനമായിട്ട് നല്ല കട്ടി തൈരും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദേവുട്ടി പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾ വെട്ടിമാറ്റിയ ഇടത്തിൽ നിന്നും വീണ്ടും ഒരുപാട് ചീരയിലകൾ വന്നു തുടങ്ങി. ചീരക്കറി കൂട്ടി ഭക്ഷണം കഴിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷവും സമാധാനവും ഇപ്പോഴാണ് അവൾക്കുണ്ടായത്.